ആസാമിലെ കാടുകൾ വെറുമൊരു ഭൂപ്രദേശമായിരുന്നില്ല പാട്രിക് ഹാൻലിക്ക്. അത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ താളമായിരുന്നു. അവിടെ ഓരോ കാൽവെപ്പും ഓരോ നിമിഷവും ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും വക്കിലൂടെയുള്ള യാത്രയായിരുന്നു. ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ കൈകളിൽ തോക്കുണ്ടായിരുന്നെങ്കിൽ പിന്നീട് അതൊരു ക്യാമറയായി മാറി. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഈ അതിലോലമായ നൂലിഴ, പ്രത്യേകിച്ചും ആനകളുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം അദ്ദേഹത്തെ മാറ്റിമറിച്ചു. ഒരു ക്രൂരനായ ആനയെ തേടിയുള്ള യാത്രയിൽ സംഭവിച്ച ആ ദുരന്തം, ഹൃദയം നുറുങ്ങുന്ന ആ ഓർമ്മ, അത് വേട്ടയാടലിൻ്റെ നിർവചനം തന്നെ മാറ്റിമറിച്ചു. വാക്കുകൾക്കപ്പുറമുള്ള ആ വികാരങ്ങളെ, ആ അവിസ്മരണീയമായ നിമിഷങ്ങളെ പാട്രിക് ഹാൻലി തൻ്റെ ഹൃദയത്തിൽ നിന്നും പറഞ്ഞിരിക്കുന്ന കഥയാണ് നമ്മളിന്ന് പറയുവാൻ പോകുന്നത്. ക്രൂരനായ ഒരു കാട്ടാനയെ തേടിയുള്ള യാത്രയും അതുമൂലമുണ്ടാകുന്ന നഷ്ടങ്ങളും അഡ്വഞ്ചർ നിറഞ്ഞ യാത്രയുമാണ് നമ്മൾ ഈ കഥയിൽ കേൾക്കുവാൻ പോകുന്നത്. അതൊരു കഥ തന്നെയാണ്. ആ കഥയാണ് നിങ്ങളിന്ന് കേൾക്കുവാൻ പോകുന്നത്. ഒരു വേട്ടക്കാരനെ ഒരു നിരീക്ഷകനാക്കി മാറ്റിയ കഥ, പാട്രിക് ഹാൻലിയുടെ കഥ. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ. പാട്രിക് ഹാൻലി എന്ന സാഹസികൻ്റെ ഓർമ്മകളിൽ ആസാം ഒരു പ്രത്യേക ലോകമായിരുന്നു. തേയിലത്തോട്ടങ്ങളും അതിരിടുന്ന കാടുകളും നിറഞ്ഞ ആ ലോകം ഇന്ത്യയിലെ മറ്റേത് നായാട്ട് പ്രദേശങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിരുന്നു. അത് പണ്ടൊക്കെ വലിയ മൃഗങ്ങളെ വേട്ടയാടുന്ന സ്ഥലങ്ങൾ എന്ന് കേൾക്കുമ്പോൾ ആളുകളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് മധ്യ ഇന്ത്യയിലെ വനങ്ങളോ ഹിമാലയൻ താഴ്വരകളിലെ കുമിയോണോ അല്ലെങ്കിൽ മൈസൂർ പോലുള്ള നാട്ടുരാജ്യങ്ങളിലെ വനങ്ങളോ ആയിരിക്കും. എന്നാൽ ആസാമിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ആളുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് തേയിലകളും തേയില നുള്ളുന്ന സ്ത്രീകളും പച്ചപ്പ് നിറഞ്ഞ വിശാലമായി കിടക്കുന്ന തേയിലത്തോട്ടങ്ങളുമായിരിക്കും. അല്ലാതെ വേറെന്ത് ഓർമ്മകളിലേക്ക് വരാനാണ്? ഒരു പക്ഷേ ആ നാടിൻ്റെ വന്യമായ സൗന്ദര്യത്തിൻ്റെ കഥകൾ ആരും തന്നെ ഇതുവരെയും പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല. ഇന്ത്യയിലെ മറ്റേത് കാടുകളിൽ കാണുന്നതിനേക്കാൾ 4 ഇരട്ടി വന്യമൃഗങ്ങളെ ആസാമിലെ കാടുകളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുമായിരുന്നു. എന്നാൽ പലർക്കും അതിനെക്കുറിച്ച് അറിയില്ല. അതൊരു സത്യവുമാണ്. കാരണം മറ്റുള്ള സ്ഥലത്തെക്കുറിച്ച് ധാരാളം പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അതെല്ലാം വായിക്കുന്നവർക്ക് മറ്റ് വനങ്ങളിലെ മൃഗങ്ങളെയും വനങ്ങളും സുപരിചിതവുമാണ്. എന്നാൽ ആസാമിലെ കടുവ വേട്ടയെക്കുറിച്ചോ മറ്റ് മൃഗങ്ങളെക്കുറിച്ചോ കാര്യമായി ആരും ഒന്നും എഴുതിയിട്ടില്ല. ഏകദേശം 15 വർഷക്കാലം ആസാമിലെ കാടുകളിൽ ജീവിച്ച ഹാൻലിക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയുമായിരുന്നു. ഇന്ത്യയിലെ മറ്റേതൊരു വനത്തിലെ 40 ചതുരശ്ര മൈൽ കാണുന്നതിനേക്കാൾ കൂടുതൽ വന്യമൃഗങ്ങളെ ആസാമിലെ വെറും 2 ചതുരശ്ര മൈലുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടുത്തെ ആളുകൾ അതിരാവിലെ ജോലിക്കും മറ്റും പുറപ്പെടുമ്പോൾ അവരുടെ തോട്ടത്തിലും പറമ്പിലും വലിയ മൃഗങ്ങളെ കാണുന്നത് അവിടുത്തെ ആളുകൾക്ക് വലിയ പുതുമയൊന്നുമായിരുന്നില്ല. എന്തിനേറെ പറയണം, അവിടുത്തെ പ്ലാന്റർമാരുടെ ബംഗ്ലാവുകളിൽ പോലും അവരുടെ വരാന്തയിലും പൂന്തോട്ടങ്ങളിൽ പോലും പുലികളെ കാണാറുണ്ട്. ഇങ്ങനെയുള്ള 4 അനുഭവങ്ങൾ തനിക്കും ഉണ്ടായിട്ടുണ്ടെന്ന് ഹാൻലി പറയുന്നു. കടുവകളും പുലികളും മാനകളും അവിടെ സർവ്വസാധാരണമായിരുന്നു. കാലം കഴിയും തോറും ഇങ്ങനെയുള്ള മൃഗത്തിൻ്റെ സാമീപ്യമെല്ലാം അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറി. ഹാൻലിക്കുണ്ടായ ഒരു അനുഭവം ഹാൻലി പങ്കുവയ്ക്കുന്നത് ഇങ്ങനെയാണ്. കാർ ഓടിച്ച് തൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഒരു വളവ് തിരിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഒരു കടുവയുടെ ദേഹത്ത് തട്ടാതെ കഷ്ടിച്ച് വെട്ടിച്ച് മാറ്റിയതാണ്. അങ്ങനെയുള്ള എത്ര അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഞാൻ അവിടേക്ക് സഞ്ചരിക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് വഴിയിൽ ആനക്കൂട്ടങ്ങൾ ഇറങ്ങിയത്. ആനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ സഞ്ചരിക്കുന്നത് ആത്മഹത്യപരമാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവ പോകുവാൻ വേണ്ടി ഞങ്ങൾ അവിടെ കാത്തു നിന്നു. അങ്ങനെ അരമണിക്കൂറോളം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ ഇതെല്ലാം എനിക്ക് പുതുമയും അത്ഭുതകരവുമായിരുന്നു. എന്നാൽ പതിയെ പതിയെ ഇതെല്ലാം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറി. പിന്നീട് ഇതിലൊന്നും എനിക്ക് ആശ്ചര്യം തോന്നിയിട്ടില്ല. കാരണം എല്ലാ ദിവസവും നടക്കുന്ന കാര്യങ്ങളാണ്. എൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, ഇവിടുത്തെ ആളുകളുടെ ജീവിതത്തിലും. എന്തിനേറെ പറയണം, ഇവിടുത്തെ ചില തോട്ടങ്ങളിലെ പ്രത്യേക സ്ഥലങ്ങൾക്ക് കടുവ സെക്ഷൻ എന്നോ ആന സെക്ഷനോ എന്നൊക്കെ ഇവിടുത്തെ ആളുകൾ പേര് നൽകിയിട്ടുണ്ട്. കാരണം ആ മൃഗങ്ങളെ അവിടെ സ്ഥിരമായി കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിലേക്ക് അവിടുത്തെ ആളുകൾ പോകുമ്പോൾ, അതായത് തോട്ടം തൊഴിലാളികളോ അല്ലെങ്കിൽ അവിടുത്തെ പ്ലാന്റർമാരോ മാനേജർമാരോ സഞ്ചരിക്കുമ്പോൾ അല്പം ശ്രദ്ധിക്കും എന്നും മാത്രം.
അല്ലാതെ മറ്റൊരു മുൻകരുതലുകളും അവരെടുക്കാറില്ല. വേട്ടയ്ക്ക് പോകുമ്പോൾ അല്ലാതെ തോട്ടത്തിലേക്ക് പണിക്ക് പോകുമ്പോൾ അവിടുത്തെ ആളുകൾ ആരും തന്നെ തോക്ക് കയ്യിൽ കരുതാറില്ല. അങ്ങനെ തോക്കെടുക്കുന്നത് ഒരു ഭീരുവിൻ്റെ ലക്ഷണമായിട്ടാണ് അവിടുത്തെ ആളുകൾ കണക്ക് കൂട്ടുന്നത്. നമ്മുടെ ഇന്നത്തെ കഥയിലെ കഥാനായകനായ ഹാൻലി ആദ്യമായി ജോലി ചെയ്യുവാൻ അവിടേക്ക് പോയത് നാഗ നിജാൻ എന്ന ഒരു തേയിലത്തോട്ടത്തിലേക്കായിരുന്നു. നാഗ കുന്നുകളിലായിരുന്നു ആ തോട്ടം സ്ഥിതി ചെയ്തിരുന്നത്. ആ സ്ഥലത്തിന് ചുറ്റും ഇടതൂർന്ന കാടുകളായിരുന്നു ഉണ്ടായിരുന്നത്. കടുവ, പുലി, ആന, കാട്ടുപന്നി, പലതരം മാനുകൾ, കാട്ടുനായ്ക്കൾ എന്നിവയെല്ലാം അവിടെ യഥേഷ്ടം വിഹരിച്ചു. ഫെസന്റ് പോലുള്ള മനോഹരമായ പക്ഷികളും പച്ചപ്രാവുകളും കാട്ടുകോഴികളും തുടങ്ങിയ എണ്ണിയാൽ തീരാത്തത്രയും പക്ഷിവർഗങ്ങളും അവിടെ ഉണ്ടായിരുന്നു. നാഗ നിജാൻ ഒരു വേട്ടക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വർഗമായിരുന്നു. തുടക്കകാലങ്ങളിൽ എല്ലാ ചെറുപ്പക്കാരെയും പോലെ തന്നെ ഹാൻലിയും തൻ്റെ ഒഴിവു സമയങ്ങളിൽ തോക്കുമായി മൃഗങ്ങളെ വേട്ടയാടുവാൻ പോയിരുന്നു. എന്നാൽ കാലം പോകെ പോകെ മൃഗങ്ങളെ കൊല്ലുന്നതിനും വേട്ടയാടുന്നതിനുള്ള താല്പര്യം അദ്ദേഹത്തിന് പതിയെ നഷ്ടപ്പെട്ടു. പകരം അവയെ നിരീക്ഷിക്കുവാനും അവയുടെ സ്വാഭാവികമായുള്ള ചുറ്റുപാടുകളിൽ വെച്ച് ചിത്രങ്ങൾ എടുക്കുവാനും തുടങ്ങി. അതുകൊണ്ട് തന്നെ കയ്യിലൊരു ക്യാമറയുമായി കാടിൻ്റെ ഉള്ളറകളിലേക്ക് അദ്ദേഹം ഇറങ്ങിച്ചെന്നു. അധികം വൈകാതെ ആസാമിലെ പ്രധാന വന്യജീവികളുടെ എല്ലാം സ്വഭാവം ഒപ്പിയെടുക്കുന്ന ഒരു വലിയ ചിത്രശേഖരണം തന്നെ അദ്ദേഹത്തിന് സ്വന്തമായി. ഈ ചിത്രങ്ങളിൽ പലതും തൻ്റെ ജീവൻ പണയം വെച്ചാണ് അദ്ദേഹം എടുത്തത്. ചിലതൊക്കെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കാണാൻ കഴിയുന്ന കാഴ്ചകളിൽ ഒന്നായിരുന്നു. ഇണയ്ക്ക് വേണ്ടി പോരാടുന്ന 2 ആൺകടുവകളുടെ ചിത്രം. അത് അദ്ദേഹം പകർത്തിയത് അതിന് തൊട്ടടുത്ത് ഒളിച്ചു നിന്നാണ്. പിന്നെയുള്ളത് പെൺകടുവ തൻ്റെ കുട്ടികളെ കളിപ്പിക്കുന്നതും ഇരയെ പിടിക്കുവാൻ വേണ്ടി ഒരു പുലി പാഞ്ഞെടുക്കുന്നതും ഒരു മരപ്പെട്ടിയെ വിഴുങ്ങാൻ പോകുന്ന 20 അടി നീളമുള്ള ഒരു പെരുമ്പാമ്പിൻ്റെ ചിത്രവും അദ്ദേഹം എടുത്ത ചിത്രശേഖരത്തിലുണ്ടായിരുന്നു. ഇതൊക്കെ കാണാനും പകർത്താനും ചില്ലറ ധൈര്യമൊന്നും പോരായിരുന്നു. കാട്ടിലെ ഏറ്റവും അപകടകാരികളായ മൃഗങ്ങൾക്ക് തൊട്ടടുത്ത് നിൽക്കുമ്പോൾ എപ്പോൾ വേണമെങ്കിലും അവ നമ്മളെ കണ്ടുപിടിക്കുവാനും ആക്രമിക്കുവാനും സാധ്യതയുണ്ട് എന്ന ചിന്ത എപ്പോഴും മനസ്സിലേക്ക് ഭയം കൊണ്ടുവരും. കാരണം അവയുടെ കണ്ണിൽപ്പെട്ടാൽ മരണം ഉറപ്പാണ്. ഇതൊരു വല്ലാത്ത ജീവിതമാണ്. പക്ഷേ ആ സാഹചര്യങ്ങളെല്ലാം അദ്ദേഹം ആവോളം ആസ്വദിച്ചു. ഇതൊക്കെ അദ്ദേഹം പറയുന്നത് തനിക്കൊരു ലഹരി പോലെ ആയിരുന്നു എന്നാണ്. ആസാമിലെത്തി ഒരാഴ്ചയായപ്പോൾ തോട്ടത്തിൻ്റെ മാനേജറായിരുന്ന AJ പാഴ്സി എനിക്ക് മുന്നറിയിപ്പ് നൽകി. തോട്ടത്തിലൂടെ പോകുമ്പോൾ സൂക്ഷിക്കണം, അവിടെ ഒരു ഒറ്റയാൻ കറങ്ങി നടക്കുന്നു എന്നതായിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞത്. ജോലി ആവശ്യങ്ങൾക്കായി പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം, കാരണം അവൻ്റെ മുന്നിൽ പെട്ടാൽ നിങ്ങൾ തീരും. താനൊരു പുതിയ ആളായതുകൊണ്ട് പാഴ്സി തന്നെ കളിയാക്കുകയായിരിക്കുമെന്നാണ് ആദ്യം അയാൾ കരുതിയത്. പാട്രിക് മാനേജർക്കുള്ള മറുപടി നൽകി. പാട്രിക് ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെനിക്കറിയാം, പിങ്ക് നിറത്തിലുള്ള വീടിൻ്റെ അത്രയും വലിപ്പമുള്ള ഒരു അച്ചയാനൽ. ഞാൻ പുതിയ ആളായിരിക്കാം, പക്ഷെ അത്ര വിഡ്ഢിയല്ല. തോട്ടം ഉടമകളുടെ വീരവാദ കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. എന്നെ പറ്റിക്കാൻ നിങ്ങൾ നോക്കണ്ട. പാഴ്സി മറുപടി പറഞ്ഞു. ഞാൻ തമാശ പറയുകയല്ല. പിരികം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് പാഴ്സി ഒരു ഗൗരവഭാവത്തോടെ തന്നെയാണ് അതിന് മറുപടി നൽകിയത്. ഒരൊറ്റയാൻ ഇവിടെ ചുറ്റിക്കറങ്ങുന്നുണ്ട്. നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം പോലും നിങ്ങളുടെ വീട്ടുകാർക്ക് കാണാൻ പോലും കിട്ടില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് പാഴ്സി തിരിഞ്ഞ് ഒന്ന് മുറുമുറുത്തുകൊണ്ട് നടന്നു. അടുത്ത ദിവസം രാവിലെ പാഴ്സിയുടെ ബ്രൗൺ ബസ് എന്ന പെൺകുതിരയെ വാങ്ങി ഹാൻലി തോട്ടം കാണാനിറങ്ങി. ഒരു വശത്ത് തലയുയർത്തി നിൽക്കുന്ന നാഗാ കുന്നുകൾ, മറ്റ് 3 വശങ്ങളിൽ കാടിൻ്റെ പച്ചപ്പ്. അദ്ദേഹം മുന്നോട്ട് നീങ്ങിയപ്പോൾ എങ്ങും പക്ഷികളുടെ കളകളാരവവും ലങ്കൂർ കുരങ്ങുകൾ അടുത്തുള്ള ഒരു തേക്ക് മരത്തിലിരുന്ന് നിർത്താതെ ബഹളം വയ്ക്കുന്നതും അദ്ദേഹത്തിന് കാണുവാൻ സാധിച്ചു. അദ്ദേഹത്തിന് അന്ന് കാടിൻ്റെ ഭാഷ മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ ലങ്കൂർ കുരങ്ങുകളുടെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ആ കുരങ്ങുകളെ കാണുവാൻ വേണ്ടി അദ്ദേഹം കുതിരയെ പായിച്ചു. പെട്ടെന്ന് നിലത്ത് നിന്നും ഏകദേശം 15 അടി ഉയരമുള്ള ഒരു ചെറിയ തേക്കിൻ്റെ ഇലകൾ വല്ലാതെ ചലിക്കുന്നത് അദ്ദേഹം കണ്ടു. കാറ്റുകൊണ്ടാണ് അതിങ്ങനെ ചലിക്കുന്നതെന്ന് അദ്ദേഹം ആദ്യം കരുതി. എന്നാൽ അപ്രതീക്ഷിതമായി കുതിരയൊന്ന് ചിനച്ചുകൊണ്ട് മിന്നൽ വേഗത്തിൽ തിരിഞ്ഞോടി. കുതിരപ്പുറത്ത് പിടിച്ചിരിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിന് സർവ്വശക്തിയും എടുക്കേണ്ടി വന്നു. റിക്കാപ്പിൽ നിന്നും അദ്ദേഹത്തിൻ്റെ കാലുകൾ വഴുതി. അത് ശരിയാക്കാനുള്ള ശ്രമത്തിനിടയിൽ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ചിന്തിക്കുവാൻ പോലുമുള്ള സമയം അദ്ദേഹത്തിന് കിട്ടിയിരുന്നില്ല. അങ്ങനെ ചിന്തിച്ച് നിന്നു കഴിഞ്ഞാൽ
അദ്ദേഹം താഴേക്ക് നിലം പതിക്കുമെന്ന് ഉറപ്പാണ്. കാരണം കുതിര അയാളെയും കൊണ്ട് അതിവേഗം പായുകയാണ്. എങ്ങനെയൊക്കെയോ വളരെ പ്രയാസപ്പെട്ട് റിക്കാപ്പിൽ തൻ്റെ കാലുകൾ വെച്ചു. സുരക്ഷിതമായി കുതിരയുടെ ഞാണിൽ പിടിച്ച് കുതിരയൊന്ന് നിയന്ത്രിച്ചു. അപ്പോഴാണ് കാടിൻ്റെ സമസ്ത ശബ്ദങ്ങളെയും മുക്കിക്കളഞ്ഞുകൊണ്ട് ഒരു ഭീമാകാരമായ ചിഹ്നം വിളി അന്തരീക്ഷത്തിൽ മുഴങ്ങിയത്. അതൊരു ഇടിനാദത്തിന് തുല്യമായിരുന്നു. അയാളൊന്ന് പതറുകയും തിരിഞ്ഞു നോക്കുകയും ചെയ്തു. കൂറ്റനും രോക്ഷാകുലനുമായ ഒരു മൃഗം മനോഹരമായ കൊമ്പുകളുമായി കാടുകുലുക്കി പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അത് ഭയങ്കരമായി ചിഹ്നം വിളിച്ച് ഇടയ്ക്കിടയ്ക്ക് നിലത്ത് ആഞ്ഞാഞ്ഞ് ചവിട്ടുന്നുണ്ടായിരുന്നു. ആ ഒറ്റനോട്ടം മതിയായിരുന്നു കാര്യം അദ്ദേഹത്തിന് മനസ്സിലാകുവാൻ. എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെടണം എന്ന ചിന്ത മാത്രമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ആന തന്നെയും കുതിരയും കൊന്നുകളയും, ചവിട്ടി അരയ്ക്കും. ഒരു കാട്ടാന ഓടാൻ തുടങ്ങിയാൽ അത് സാധാരണ കുതിരയെ ഓടിത്തോൽപ്പിക്കാനാകും. ഇനിയും ഫാക്ടറിയിലേക്ക് 1.5 മൈലിലധികം ദൂരമുണ്ട്. ആനയുടെ ഉയർന്നു കേൾക്കുന്ന ചിഹ്നം വിളി ബ്രൗൺ ബസിനെ അത്രയധികം ഭയപ്പെടുത്തിയിരുന്നു. വേഗത്തിൽ ഓടാൻ അവളെ പ്രേരിപ്പിക്കേണ്ട കാര്യം പിന്നീട് വന്നില്ല. അവൾക്ക് പിന്നാലെ ആനയും കുതിച്ചു വരുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പാട്രിക് ആനയെ തിരിഞ്ഞു നോക്കി. ആനയും കുതിരയും തമ്മിലുള്ള ദൂരം വെറും 100 വാര മാത്രമായിരുന്നു. അങ്ങനെ മുന്നിലേക്ക് പാഞ്ഞപ്പോൾ മുള കൊണ്ടുണ്ടാക്കിയ ഒരു പാലം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അതുവഴി തൻ്റെ കുതിരയെ പായിക്കുകയും ചെയ്തു. പാട്രിക്കിന് ഉറപ്പുണ്ടായിരുന്നു ആ പാലം മുറിച്ചു കടന്നുകൊണ്ട് ഒരിക്കലും ആന അവിടേക്ക് വരില്ല എന്ന്. കാരണം അവൻ്റെ ഭീമാകാരമായ ഭാരം താങ്ങാനുള്ള കെൽപ്പ് ആ മുള കൊണ്ട് നിർമ്മിച്ച പാലത്തിനുണ്ടായിരുന്നില്ല. അത് കയറിയ ഉടനെ തകർന്ന് താഴേക്ക് വീഴുകയും ആനയും കൂടെ പോവുകയും ചെയ്യും. പാട്രിക് വീണ്ടും അവിടെ നിന്നും തൻ്റെ കുതിരയെ പായിച്ചു. പാട്രിക്കിൻ്റെ ലക്ഷ്യം ഫാക്ടറിയായിരുന്നു. ഫാക്ടറിയുടെ വളപ്പിലെത്തിയപ്പോൾ അദ്ദേഹം വീണ്ടും തിരിഞ്ഞു നോക്കി. ആന ഇപ്പോൾ തങ്ങളുടെ പിന്നാലെയില്ല. അതെ, ആ പാലം ആനയെ തടഞ്ഞിരിക്കുന്നു. പാട്രിക്കിന് അപ്പോഴാണ് ആശ്വാസമായത്. അദ്ദേഹം ഒരു ദീർഘനിശ്വാസം എടുത്തു. എന്നാൽ ആനയുമായുള്ള കണ്ടുമുട്ടൽ അവിടെ അവസാനിച്ചില്ല. അന്ന് വൈകുന്നേരം മാനേജരും അദ്ദേഹവും വരാന്തയിലിരുന്ന് വായിക്കുമ്പോൾ അൽബീസിയ മരച്ചില്ലകൾക്കിടയിലൂടെയുള്ള ആകാശം പെട്ടെന്ന് ഇരുണ്ടുപോകുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. ഇന്ത്യയിൽ സന്ധ്യ അതിവേഗം രാത്രിക്ക് വഴിമാറുന്നത് കൊണ്ട് ആദ്യം അദ്ദേഹം അത്രയും കാര്യമാക്കിയില്ല. കുറച്ച് സമയം കൂടി മുന്നിലേക്ക് പോയപ്പോൾ മുന്നറിയിപ്പൊന്നുമില്ലാതെ പൂന്തോട്ടത്തിലേക്കുള്ള മുളപ്പാലത്തിൽ നിന്നും ഒരു വലിയ ശബ്ദം കേട്ടു. അവിടെ ഇരുന്ന ആ ഇരുവരും ഞെട്ടി എഴുന്നേറ്റു. ആ ഇരുട്ടിൽ ഒരു വലിയ രൂപം തെളിഞ്ഞു വരുന്നു. പാട്രിക് ഉറക്കെ വിളിച്ചു പറഞ്ഞു, നോക്കൂ, ഒറ്റയാൻ. തൻ്റെ കൂടെ ഉണ്ടായിരുന്ന പാഴ്സി ഒരു നിമിഷം ഒന്ന് നോക്കിയത് മാത്രമേ ഉള്ളൂ. അദ്ദേഹം ബംഗ്ലാവിലേക്ക് ഓടി തൻ്റെ ആനത്തോക്കെടുക്കുവാൻ വേണ്ടി. പാഴ്സിയുടെ കിടപ്പുമുറിയിലായിരുന്നു ആ തോക്കിരുന്നിരുന്നത്. പാട്രിക് ആനയെ തന്നെ നോക്കി. ആന ആ മുളംപാലം ചവിട്ടി കടന്നു വരുവാൻ തുനിയുകയാണ്. ആ ഭീമാകാരനായ മൃഗം ബംഗ്ലാവ് തകർക്കുവാൻ വരികയാണോ എന്ന് പോലും പാട്രിക്കിന് തോന്നി. അവൻ പാലത്തിൻ്റെ ബലം പരിശോധിക്കുവാൻ വേണ്ടി ആന തൻ്റെ 2 കാലും ഉപയോഗിച്ച് പാലത്തിൽ ചവിട്ടിയപ്പോൾ തന്നെ പാലത്തിൻ്റെ ഒരു തൂണ് തകർന്നു. പാലമൊന്ന് ഉലഞ്ഞാടി. അതോടെ ആനയൊന്നും ഭയന്നു. അവൻ ആ ഇരുട്ടത്തേക്ക് തന്നെ പിന്നീട് മറഞ്ഞുപോയി. അപ്പോഴേക്കും പാഴ്സി തൻ്റെ തോക്കുമായി അവിടേക്ക് എത്തി. പാഴ്സി വന്നപ്പോഴേക്കും ആനയെ അവിടെ കാണുവാനുണ്ടായിരുന്നില്ല. പാട്രിക് പറഞ്ഞു, അവൻ പോയി. ഇനിയും ഇരുട്ടത്ത് വെടിവെക്കുന്നത് അപകടമാണ്. ഈ കാലഘട്ടങ്ങളിൽ ആനകളെ വംശനാശത്തിൽ നിന്നും സംരക്ഷിക്കുവാൻ വേണ്ടി നിയമം ശക്തമായിരുന്നു. കാരണം അവയുടെ ഗർഭകാലം ഏകദേശം 2 വർഷത്തിനടുത്താണ്. അതുകൊണ്ട് തന്നെ അവയ്ക്ക് വേഗത്തിൽ പെറ്റുപെരുകുവാനാവില്ല. ആനയെ വെടിവെക്കണമെങ്കിൽ പ്രത്യേകം അനുമതി വേണം. എന്നാൽ റോഗ് അഥവാ ഒറ്റയാനയെ എപ്പോൾ വേണമെങ്കിലും വെടിവെക്കാം. സ്വഭാവദൂഷ്യം കാരണം കൂട്ടത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട പ്രായമായ മൃഗങ്ങളാണ് ഇവയെന്നാണ് ആദ്യം പാട്രിക് ധരിച്ചിരുന്നത്. പിന്നെയാണ് മസ്ത് എന്ന അവസ്ഥ എന്താണെന്നും അതിനെക്കുറിച്ച് പഠിക്കുവാനും പാട്രിക്കിന് സാധിച്ചത്. കാരണം നാഗാജിനാനിൽ വെച്ച് പലപ്പോഴും അദ്ദേഹത്തിന് ഒറ്റയാന്മാരെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതും വലിയ പ്രായമില്ലാത്ത ആനകളെ ആയിരുന്നു അദ്ദേഹം കണ്ടത്. അങ്ങനെ പിന്നീട് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് അദ്ദേഹം പഠിക്കുകയും അദ്ദേഹത്തിൻ്റെ തെറ്റിദ്ധാരണകൾ മാറുകയുമായിരുന്നു ചെയ്തത്. പാട്രിക് അവിടേക്കെത്തിയ ആ കാട്ടാനയെ കാണുന്നതിന് മുന്നേ തന്നെ ആസാമീസ് ഗ്രാമത്തിൽ കയറി ആ ആന 8 പേരെ കൊന്നിരുന്നു. അവരുടെ മുളവീടുകൾ തീപ്പെട്ടി കൂടാരം പോലെ അത് ചവിട്ടി തകർത്തു. അവരുടെ ശരീരങ്ങൾ ചവിട്ടി അടിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഒറ്റയാനെ കൊല്ലുന്നതിനുള്ള പാരിതോഷികം 150 പ്രഖ്യാപിച്ചു. പാട്രിക് കണ്ട് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഒരു വേട്ടക്കാരൻ ആനയെ കൊല്ലുകയും ചെയ്തു.
അപ്പോഴേക്കും ആ ആന 3 പേരെ കൂടി കൊന്നിരുന്നു. ഒരു പുരുഷനെയും ഒരു സ്ത്രീയെയും അവരുടെ കുഞ്ഞിനെയും. അതും ഉറങ്ങിക്കടന്നിരുന്ന സമയത്ത് കുടിൽ ആക്രമിച്ചാണ് കൊന്നത്. അപ്രതീക്ഷിതമായി ആ ഗ്രാമത്തിലേക്ക് കയറുകയും അവരുടെ മുളവീടുകൾ ചവിട്ടി തകർക്കുകയും അതിൽ കടന്നുറങ്ങിയിരുന്ന ആ സ്ത്രീയെയും ഭർത്താവിനെയും അവരുടെ കുട്ടിയെയും ചവിട്ടി അരയ്ക്കുകയുമായിരുന്നു ചെയ്തത്. അങ്ങനെ ആന കൊലപ്പെടുത്തിയവരുടെ എണ്ണം 11 ഉയർന്നിരുന്നു. ഈ സംഭവം കഴിഞ്ഞ് പിന്നീട് വർഷങ്ങൾക്കപ്പുറമാണ് ഹാൻലിക്ക് ആനകളുടെ ഭാഗത്തു നിന്നും ഒരു ദുരനുഭവം കൂടി ഉണ്ടാകുന്നത്. ഇത്തവണ ഒറ്റയാന്റെ ഭാഗത്തു നിന്നുമായിരുന്നില്ല ഹാൻലിക്ക് പ്രശ്നം നേരിടേണ്ടി വന്നത്. കൊമ്പനാനയും അവന്റെ പിടിയും കൂടി ഹാൻലിയുടെ ഒരു തോട്ടം കൈയേറി. രാജാബാരി എന്നായിരുന്നു ആ തോട്ടത്തിന്റെ പേര്. ആന ആ തോട്ടം കൈയേറുകയും അവന്റെ താവളമാക്കി മാറ്റുകയും ചെയ്തു. തോട്ടത്തിലേക്ക് ആരെയും ആന കയറ്റാതെയായി. ഒരു ദിവസം രാവിലെ തേയില നുള്ളാനെത്തിയ തൊഴിലാളികൾ അവിടെ എത്തിയപ്പോൾ കാണുന്നത് കൊമ്പൻ തോട്ടത്തിന്റെ വാതിക്കൽ കാവൽ നിൽക്കുന്ന കാഴ്ചയായിരുന്നു. തോട്ടം തൊഴിലാളികൾ അവന്റെ അരികിലേക്ക് ചെന്നപ്പോൾ അവരുടെ ഗന്ധം അവന് കിട്ടിയതും ആന അക്രമാസക്തനായി. ഉച്ചത്തിൽ ചിഹ്നം വിളിച്ചുകൊണ്ട് തോട്ടം തൊഴിലാളികളെ അവിടെ നിന്നും ഓടിച്ചു. എത്ര സമയം കാത്തു നിന്നിട്ടോ കൊമ്പൻ അവിടെ നിന്ന് പോകാത്തതിനെ തുടർന്നാണ് ഈ വിവരം ഹാൻലിയെ അറിയിച്ചത്. വിവരം അറിഞ്ഞ ഉടനെ തന്നെ ഹാൻലി തന്റെ കുതിരപ്പുറത്ത് സംഭവം നടന്ന സ്ഥലത്തേക്ക് എത്തി. ഹാൻലി അവിടെ എത്തുമ്പോൾ കാണുന്നത് ക്രുദ്ധനായി നിൽക്കുന്ന ആനയെ ആയിരുന്നു. ചെറിയൊരു പ്രകോപനമുണ്ടായാൽ ആന അവർക്ക് നേരെ ചാർജ് ചെയ്തു വരുമെന്ന നിലയിലായിരുന്നു അവിടുത്തെ സ്ഥിതിഗതികൾ. കുതിരമേലിരുന്ന് അവിടേക്ക് വന്ന ഹാൻലിയെ കണ്ടുകൊണ്ട് ദേഷ്യത്തോടെയും വികാരത്തോടെയും ഇവൻ ആര് എന്ന മട്ടിൽ ആന തന്റെ തുമ്പിക്കൈ ഉയർത്തി ഉച്ചത്തിൽ ചിഹ്നം വിളിച്ചു. ആ തോട്ടത്തിലേക്ക് പ്രവേശിക്കുവാൻ മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല. ആ പ്രവേശന കവാടത്തിലൂടെ മാത്രമാണ് ആ തോട്ടത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഏക വഴി. അതുകൊണ്ട് തന്നെ ആന അവിടുന്ന് മാറുന്നത് വരെയും അവിടെ കാത്തു നിൽക്കുകയല്ലാതെ മറ്റൊരു മാർഗവും അവർക്ക് മുന്നിൽ ഉണ്ടായിരുന്നില്ല. കൃത്യമായി പറഞ്ഞാൽ ഏകദേശം 3 ദിവസത്തോളമാണ് തോട്ടത്തിലെ പണികളെല്ലാം താൽക്കാലികമായി നിർത്തിവെച്ചത്. അത് ഹാൻലിക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയത്. കാരണം മഴക്കാലം ആയതുകൊണ്ട് തന്നെ തേയിലകൾ തളിർത്തു വളരുന്ന സമയമായിരുന്നു അത്. അങ്ങനെ ഹാർലിയുടെയും തോട്ടം തൊഴിലാളികളെയും കാത്തിരിപ്പിന് ശേഷം കൊമ്പനാന തന്റെ പിടിയാനയും കൊണ്ട് അവിടുന്ന് പടിയിറങ്ങി. അപ്പോൾ മാത്രമാണ് ഹാൻലിക്കും കൂട്ടർക്കും ആ തോട്ടത്തിലേക്ക് പ്രവേശിക്കുവാനായത്. ചുരുക്കം പറഞ്ഞാൽ ഗണ്യമായ നഷ്ടം തന്നെയായിരുന്നു ഹാൻലിക്ക് ആനയുടെ പ്രണയം കാരണം അവിടെ ഉണ്ടായത്. തേയിലച്ചെടികളും മറ്റും വല്ലാതെ വളർന്നു. അതെല്ലാം പിന്നീട് ഹാൻലിക്ക് വെട്ടി ഒതുക്കേണ്ടതായി വന്നു. 3 ആഴ്ചത്തെ വിളവാണ് അദ്ദേഹത്തിന് നഷ്ടമായത്. പാട്രിക് ഹാൻലി പങ്കുവച്ച ഒറ്റയാനെ കൊലപ്പെടുത്തിയ കഥയാണ് ഇനിയും അടുത്തത് നമ്മൾ പറയുന്നത്. ആസാമിലെ വനങ്ങളിൽ നിന്നും തേയിലത്തോട്ടത്തിന്റെ വിശാലതയിലേക്ക് മറ്റൊരൊറ്റയാൻ കൂടി കടന്നെത്തി. ഇത്തവണ ഒറ്റയാന്റെ ആക്രമണം ഉണ്ടായത് നാഗാനിജാൻ എന്ന ആ തോട്ടത്തിന്റെ അരികിലുണ്ടായിരുന്ന ഒരു ഗ്രാമത്തിലായിരുന്നു. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ഗ്രാമം. മുളകൾ കൊണ്ടും തടികൾ കൊണ്ടും നിർമ്മിച്ച കുടിലുകളായിരുന്നു ആ ഗ്രാമത്തിൽ ഏറെയും. അന്നത്തെ രാത്രിയിൽ അവർ ഉറങ്ങിക്കിടന്ന സമയമാണ് ആന അവരുടെ ഗ്രാമത്തിലേക്ക് കടന്നു വന്നത്. അന്നത്തെ രാത്രിയിൽ അവർ ഉറങ്ങാൻ കിടന്നപ്പോൾ അവരാരും കരുതിയിരുന്നില്ല മരണം അവരെ തേടി വരുമെന്ന്, അതിക്രൂരമായ മരണം അവർ കേകുമെന്ന്. അതെ, രാത്രിയിലെ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് ഇരുട്ടിൽ നിന്നും ഒരൊറ്റയാന്റെ ചിഹ്നം വിളി ആ ഗ്രാമത്തെ പിടിച്ചുലച്ചു. ആനയുടെ ചൂര് ആ ഗ്രാമത്തിൽ അലയടിച്ചു. സ്ത്രീകളെന്നോ പുരുഷന്മാരെന്നോ പ്രായമായവരെന്നോ കുട്ടികളെന്നോ ഒന്നുമില്ലാതെ ആനയുടെ ചിഹ്നം വിളി കേട്ടവരെല്ലാം അവരുടെ കുടിലുകളിൽ പേടിച്ചു വിറച്ചിരിപ്പായി. ശ്വാസോച്ഛ്വാസം പോലും വിടുവാൻ അവർ ഭയന്നു. ഓരോ കുടിലിന്റെ മുന്നിൽ കൂടിയും ആന നടന്നു പോകുമ്പോൾ അവരുടെ കുടിലിനുള്ളിലേക്ക് അവന്റെ ചൂര്, അവന്റെ ഉഗ്രമായ ഗന്ധം കടന്നു വന്നു. ആന ഇപ്പോൾ മസ്തെന്ന അവസ്ഥയിലാണ്. കുറച്ച് സമയം കൂടി മുന്നിലേക്ക് അങ്ങനെ പോയപ്പോൾ യാതൊരു പ്രകോപനവും കൂടാതെ ആ കൊമ്പനാന ഉച്ചത്തിൽ ചിഹ്നം വിളിച്ചുകൊണ്ട് ആ ഗ്രാമത്തിൽ ആക്രമണം അഴിച്ചുവിട്ടു. 8 കുടിലുകളാണ് അവൻ നിലംപരിശാക്കിയത്. അന്നത്തെ രാത്രിയിൽ കാട്ടിലൂടെ അലയടിച്ചത് രക്തത്തിന്റെ ഗന്ധം കൂടിയായിരുന്നു. രാത്രിയെ കീറി മുറിച്ചുകൊണ്ട് അവിടുത്തെ ഗ്രാമത്തിലെ ആളുകളുടെ നിലവിളി എങ്ങും മുഴങ്ങി കേൾക്കാൻ കഴിഞ്ഞു. അവന്റെ കൊലവിളി അവസാനിച്ചപ്പോൾ ഒലിഞ്ഞു പോയത് 5 പേരുടെ ജീവനായിരുന്നു. കിഴക്കൻ ചക്രവാളത്തിൽ വെള്ള കീറി വന്നപ്പോഴേക്കും ആന ആ ഗ്രാമം ഉപേക്ഷിച്ച് തിരികെ ദാവോജാൻ എന്ന തോട്ടത്തിനരികിലുള്ള കാട്ടിലേക്ക് മടങ്ങിക്കഴിഞ്ഞിരുന്നു. ആന അവരുടെ ഗ്രാമം ഉപേക്ഷിച്ച് പോയിട്ടും അവിടുത്തെ ആളുകൾക്ക് ഗ്രാമത്തിന്റെ പുറത്തേക്ക് ഇറങ്ങുവാൻ തന്നെ ഭയമായിരുന്നു. എങ്കിലും അവർ പുറത്തേക്കിറങ്ങി. തകർന്നു കടന്ന കുടിലുകൾ അവർ പരിശോധിച്ചു. കുടിലുകൾക്ക് പുറത്തും അകത്തുമായി 5 ശവശരീരങ്ങളായിരുന്നു അവർ കണ്ടെത്തിയത്. ആനയുടെ കലിക്കിരയായത് ചവിട്ടി അരയ്ക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഗ്രാമത്തിലെ ആളുകൾ രോക്ഷാകുലരായി. അവരെ സംരക്ഷിക്കുവാൻ ബാധ്യതയുള്ളവർ അവിടേക്ക് വന്നു.
ട്രാക്കർമാരുടെ സഹായത്തോടെ ആനയുടെ കാലടയാളങ്ങൾ ട്രാക്ക് ചെയ്തുകൊണ്ട് അവർ വനത്തിനുള്ളിലേക്ക് അവനെ തേടിപ്പോയി. ഒറ്റയാന്റെ പുറകെ ട്രാക്ക് ചെയ്തു പോകുന്നത് വളരെ അപകടകരമായ കാര്യമായിരുന്നു. അതിനു പുറമെ മറ്റൊരു സംഭവം കൂടി അവിടെ ഉണ്ടായി. 5 പേരെ കൊന്നതുകൊണ്ട് തന്നെ ആനയെ ഒരു കൊലയാനയാക്കി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു. അതുപോലെ ആനയെ കൊല്ലുന്നവർക്ക് 150 രൂപ ഇനാമും അവന്റെ കൊമ്പുകളും സമ്മാനമായി നൽകുമെന്നും ഗവൺമെന്റ് പറഞ്ഞു. വനത്തിലേക്ക് ആനയെ ട്രാക്ക് ചെയ്തു പോയവർ മടങ്ങിയെത്തി. ആന ഇപ്പോൾ എവിടെയാണെന്ന് അവർ ആളുകളോട് പറഞ്ഞു. ദാവൂജാൻ എന്ന ആ തോട്ടത്തിന്റെ അരികിലുള്ള കാട്ടിൽ വെച്ച് ആ കൊമ്പനാനയെ അവർ കണ്ടു. തോട്ടത്തിലെ തന്നെ ഒരു പിടിയാനയോടൊപ്പമാണ് അവർ ആ കൊമ്പനെ കണ്ടതെന്ന് കൂടി അവർ പറഞ്ഞു. അന്ന് രാത്രിയിൽ തന്നെ മിസ്റ്റർ പാഴ്സിയുടെ നേതൃത്വത്തിൽ ഒരു വേട്ട സംഘത്തെ രൂപീകരിച്ചു. ഇതെല്ലാം നടക്കുന്നത് നാഗാനിജാൻ എന്ന ബംഗ്ലാവിൽ വെച്ചാണ്. പാഴ്സി തൊട്ടടുത്തുള്ള തോട്ടങ്ങളിലെ ഉടമകളായ പ്ലാന്റർമാരെ എല്ലാം അവിടേക്ക് വിളിച്ചു കൂട്ടിയിരുന്നു. അവരെ എല്ലാം ഒത്തുചേർത്തുകൊണ്ടാണ് ആനയെ കൊല്ലുവാനായി ഒരു വലിയ പദ്ധതി അദ്ദേഹം തയ്യാറാക്കിയത്. ഭ്രാന്തൻ ആനയെ പിറ്റേ ദിവസം രാവിലെ തന്നെ കൊല്ലുവാൻ അവർ തീരുമാനിച്ചു. ബംഗ്ലാവിൽ എത്തിയവരുടെ കയ്യിലുണ്ടായിരുന്ന തോക്ക് ശേഖരണം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. പാഴ്സിയുടെ കയ്യിലായിരുന്നു ഏറ്റവും വലിയ ആനത്തോക്കുണ്ടായിരുന്നത്. അതെ, വലിയ ആനത്തോക്ക് മുതൽ സാധാരണ റൈഫിൾ വരെയാണ് അവിടെ അണിനിരുന്നത്. അവിടെ എത്തിയ പ്ലാന്റർമാരും ഞാനും പാഴ്സിയും എല്ലാവരും കൂടി ഞങ്ങളുടെ റൈഫിലുകൾ നല്ലപോലെ തുടച്ച് എണ്ണയിട്ട് ആകാശത്തേക്ക് ഒരു വെടിയുതിർത്ത് അതിന്റെ പ്രവർത്തനക്ഷമത പരിശോധിച്ചു. എല്ലാ തോക്കുകളും നാളത്തെ നായാട്ടിന് വേണ്ടി തയ്യാറായിരിക്കുന്നു. പുലർച്ചെ 4 മണി ആയതോടെ ബംഗ്ലാവ് ഉണർന്നു. അവരെല്ലാം ഒരു ചായ കുടിച്ചതിന് ശേഷം അവിടേക്ക് എത്തിയ ട്രാക്കറിന്റെ കൂടെ കാട്ടിലേക്ക് പുറപ്പെട്ടു. ബംഗ്ലാവിൽ നിന്നും 1.5 മൈൽ അകലെയുള്ള ഒരു പ്രദേശത്താണ് ഇപ്പോൾ ആന നിൽക്കുന്നത്, അതായത് ഒറ്റയാൻ നിൽക്കുന്നത്. അവിടേക്കുള്ള യാത്ര കഠിനമായിരുന്നു. മുഴച്ചു നിൽക്കുന്ന വീടുകളും വള്ളിപ്പടർപ്പുകളും നിറഞ്ഞ വഴിയിലൂടെ വേണമായിരുന്നു അവർക്ക് അവിടേക്ക് സഞ്ചരിക്കുവാൻ. ഞാൻ പറഞ്ഞില്ലേ, 4 മണിയായപ്പോൾ അവർ ബംഗ്ലാവിൽ നിന്നും ഇറങ്ങിയെന്ന. ഇരുട്ടായിരുന്നു. ഇരുട്ടി വീണ വഴിയിലൂടെ വളരെ ശ്രദ്ധാപൂർവമാണ് അവർ നടന്നു നീങ്ങിയത്. ഓരോ അടിയും അവർ വളരെ ശ്രദ്ധാപൂർവമാണ് മുന്നിലേക്ക് വെക്കുന്നത്. കാലുന്ന് തെറ്റിയാൽ, കാലുന്ന് വഴുതിയാൽ അവർ നിലത്തേക്ക് വീഴും. അബദ്ധവശാൽ അവരുടെ കയ്യിലിരിക്കുന്ന റൈഫിൾ പൊട്ടിയാൽ മുന്നിൽ പോകുന്ന ആളുകൾക്ക് അപകടമാണ്. അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കുവാൻ വേണ്ടി അത്രയും ശ്രദ്ധിച്ചാണ് ഓരോ ചുവടും വെച്ചുകൊണ്ട് മുന്നിലേക്ക് നടന്നു നീങ്ങിയത്. അവരിപ്പോൾ പോകുന്നത് ഒരു ഗെയിം ഹണ്ടിങ്ങിന് വേണ്ടിയല്ല, അതായത് ഒരു ആനവേട്ടയ്ക്ക് മാത്രം വേണ്ടിയല്ല. അതുകൊണ്ട് തന്നെ വേട്ടയാടുമ്പോഴുള്ള എല്ലാ നിയമങ്ങളും അവർ അവിടെ മാറ്റിവെച്ചു. കാരണം അവരിപ്പോൾ കൊല്ലാൻ പോകുന്നത് ഒരു കൊലയാനയാണ്. അവരുടെ പദ്ധതി ഇങ്ങനെയാണ്: വനത്തിലേക്ക് പോകുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ആനയെ കണ്ടുപിടിച്ച് അവനെ ചുറ്റി വളയണം. കയ്യിരിക്കുന്ന റൈഫിലുകളെല്ലാം ഉപയോഗിച്ച് അവന് നേരെ നിറയൊഴിക്കണം. ഒരു ദയയും പാടില്ല, കാരണം അവൻ ഒരു ദയയും അർഹിക്കുന്നില്ല. അത്രയും ക്രൂരമായിട്ടാണ് ഓരോ മനുഷ്യനെയും ആന കൊന്നുകൊണ്ടിരുന്നത്. അവർ ശ്രദ്ധയോടെ മുന്നിലേക്ക് ആ ട്രാക്കറിന്റെ പിന്നാലെ നടന്നു നീങ്ങി. തലേന്ന് രാത്രിയിൽ ആനയെ ട്രാക്ക് ചെയ്യാൻ പോയ ട്രാക്കർമാർ വനത്തിലുണ്ടായിരുന്നു. ആകാശത്ത് വെള്ളം വീണ് തുടങ്ങിയതോടെ അവർ വനത്തിൽ നിന്നും തിരികെ നടന്നു വരുന്ന വഴിയിൽ ഈ സംഘത്തെ കണ്ടു. അപ്പോഴേക്കും ഇരുട്ട് മാഞ്ഞ് വെളിച്ചം വരാൻ തുടങ്ങിയിരുന്നു. ചുറ്റുപാടുമുള്ള മരങ്ങളെല്ലാം വ്യക്തമായി കാണാൻ സാധിക്കുമായിരുന്നു. അവരുടെ അടുത്തേക്കെത്തിയ ട്രാക്കർ ഒരു കാര്യം പറഞ്ഞു. ഇവിടെ നിന്നും 200 അടി അകലെ അങ്ങ് കാട്ടിനുള്ളിൽ ഒരു ആന മേഞ്ഞു നടക്കുന്നുണ്ട് എന്ന വാർത്തയായിരുന്നു അവർക്ക് അയാൾ നൽകിയത്. പിന്നെ ഒരു നിമിഷം പോലും വൈകാതെ ആ ട്രാക്കർ പറഞ്ഞ സ്ഥലത്തേക്ക് അവർ യാത്ര തിരിച്ചു. പ്രഭാതത്തിന്റെ മനോഹരമായ നിമിഷങ്ങൾ കണ്ട് ആസ്വദിച്ചുകൊണ്ടായിരുന്നു അവർ അവിടേക്ക് നടന്നു നീങ്ങിയത്. ഇടയ്ക്ക് ചുവപ്പ് രാശി പടർന്നു തുടങ്ങി. മൃദുലമായ ഒരു നിശബ്ദത എങ്ങും നിറഞ്ഞു നിന്നു. ഹാൻഡ്ലിയും സംഘവും കുറച്ചുകൂടി മുന്നിലേക്ക് നടന്നപ്പോൾ അയാൾക്കരികിലൂടെ ഒരു കാട്ടുപന്നി ഓടി അടുത്തുണ്ടായിരുന്ന കുറ്റിക്കാടിനുള്ളിലേക്ക് മറഞ്ഞു. അവിടേക്ക് എത്തിയവരുടെ ലക്ഷ്യം കാട്ടുപന്നി അല്ലാത്തത് കൊണ്ട് തന്നെ ആരും അതിനെ വെടിവെക്കാൻ തുനിഞ്ഞില്ല. അങ്ങനെ വീണ്ടും ആ സംഘം മുന്നിലേക്ക് നടന്നു നീങ്ങി. കുറച്ചുകൂടി മുന്നിലേക്ക് നടന്നു ചെന്നപ്പോൾ ട്രാക്കർ എല്ലാവരോടും അവിടെ നിൽക്കുവാൻ പറഞ്ഞു. അവരൊരു അർദ്ധവൃത്താകൃത രീതിയിൽ അവിടെ അങ്ങനെ നിന്നു. ട്രാക്കർ മുന്നിലുള്ള ഒരു കാട്ടിലേക്ക് തന്റെ വിരൽ ചൂണ്ടി. ട്രാക്കർ വിരൽ ചൂണ്ടിയ ഭാഗം ലക്ഷ്യമാക്കി അവർ ശ്രദ്ധയോടെ മുന്നിലേക്ക് പതിയെ നീങ്ങി. കാട്ടുവള്ളികളും മറ്റും തടഞ്ഞു നീക്കി, മരത്തിന്റെ ശാഖകൾ നീക്കി അവർ മുന്നിലേക്ക് മെല്ലെ മെല്ലെ നടന്നു. വള്ളിപ്പടർപ്പുകളും കുറ്റിക്കാടുകളും എല്ലാം അവരുടെ കാഴ്ചയെ മറയ്ക്കുന്നുണ്ടെങ്കിലും അവർ അതൊന്നും കാര്യമാക്കാതെ അതെല്ലാം വകുത്തുമാറ്റി പതിയെ മുന്നിലേക്ക് നടന്നു നീങ്ങിയപ്പോൾ ഹാർലിയുടെ ഇടതുവശത്തു നിന്നും ഒരു വെടി പൊട്ടി. അത് പിന്നാലെ ഒരു കൂട്ടവെടിയായി മാറി. എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് ഹാർലിക്ക് മനസ്സിലായില്ല. ഹാർലി കുറച്ചുകൂടി മുന്നിലേക്ക് നടന്ന് ചെന്ന് നോക്കിയപ്പോൾ ഹാർലിക്ക് കാണാൻ പറ്റിയത് ഇതാണ്: ഒരു ആന തന്റെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി മരങ്ങൾക്കിടയിലൂടെ കുതിച്ചു പായുന്ന ദൃശ്യമായിരുന്നു. അവന്റെ ശരീരത്തിൽ നിന്നെല്ലാം രക്തം വീഴുന്നുണ്ടായിരുന്നു. ആ രക്തച്ചാല അവിടെ വ്യക്തമായി തന്നെ കാണുവാനും സാധിക്കുമായിരുന്നു. അവൻ ഓടിപ്പോകുന്ന ദിശയിലേക്ക് വീണ്ടും വീണ്ടും വെടിപൊട്ടി.
ആ ഭീമാകാരനായ മൃഗം വേദന കൊണ്ട് അലറി വിളിച്ചു. കാട്ടിലൂടെ വീണ്ടും അവൻ പാഞ്ഞോടി. എന്തോ ഒരു പന്തികേട് ഹാർലിക്ക് അപ്പോൾ തോന്നിയിരുന്നു. കാരണം ഇപ്പോൾ അവർ വെടിവെക്കുന്നത് ഒരു ഒറ്റയാനെ തന്നെയാണോ എന്ന സംശയമായിരുന്നു ഹാർലിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഹാർലി തന്റെ വെടിവെപ്പ് നിർത്തി. എന്നാൽ മറ്റവരൊന്നും അതൊന്നും ശ്രദ്ധിക്കുന്നത് പോലും ഉണ്ടായിരുന്നില്ല. അവർ അവരുടെ ദൗത്യത്തിൽ തന്നെ മുഴുകുകയായിരുന്നു. പെട്ടെന്ന് പേഴ്സി മുന്നോട്ട് ഓടി. അവൻ അവന്റെ കയ്യിലിരുന്ന ആനത്തോക്ക് തോളോട് ചേർത്ത് വെച്ചു. ഹാർലിക്ക് അത് കണ്ടു നിൽക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ. ഒരു പീരങ്കി പൊട്ടുന്ന ശബ്ദത്തോടെ അത് ഗർജിച്ചു. അതിന്റെ ആഘാതത്തിൽ പേഴ്സി പിന്നോട്ട് മലർന്നടിച്ചു വീണു. ഏകദേശം അതേ സമയം തന്നെ ആനയും നിലത്തു വീണു, നിശ്ചലമായി. 20 അടി ദൂരെ നിന്നും പേഴ്സി അതിന്റെ ചെവിക്ക് പിന്നിൽ കൃത്യമായി തന്നെയാണ് വെടിവെച്ചത്. വെടിയുടെ കൃത്യമായി തന്നെ ചെവിയുടെ വശങ്ങളിലൂടെ അതിന്റെ തലച്ചോറിലേക്ക് എത്തിക്കാണണം. ആന ഇപ്പോൾ ചലിക്കുന്നില്ല. ഹാൻലി പേഴ്സിക്ക് ഒരു കൈ കൊടുത്ത് അവനെ അവിടെ നിന്നും വലിച്ചെഴുന്നേൽപ്പിച്ചു. എന്നിട്ട് ആ സംഘം ചത്തുകിടക്കുന്ന ആനയുടെ അരികിലേക്ക് നടന്നു ചെന്നു. ആനയുടെ അരികിലെത്തിയപ്പോഴാണ് ആ കാഴ്ച അവർ കണ്ടത്. അക്ഷരാർത്ഥത്തിൽ അവരുടെ മനസ്സിനെ മരവിപ്പിക്കുവാൻ പോകുന്ന കാഴ്ചയായിരുന്നു അവർ കണ്ടത്. അവരുടെ എല്ലാം നെഞ്ചിലേക്ക് ഒരു ഇടുത്തി വീണതുപോലെ ചത്തു മലച്ചു കിടക്കുന്ന ആനയുടെ ഇടത് കാലിൽ പൊട്ടിയ ചെങ്ങലയുടെ കഷ്ണം അവർ കണ്ടു. അതോടെ ആന ഏതാണെന്ന് തിരയേണ്ടതിന്റെ ആവശ്യം അവർക്ക് വന്നില്ല. തോട്ടത്തിലെ ഏറ്റവും പ്രിയങ്കരിയായ ഇടിയാനയായ റാണിയായിരുന്നു അത്. അവർക്ക് അവരോട് തന്നെ വെറുപ്പ് തോന്നിയ നിമിഷങ്ങളായിരുന്നു അത്. ആ പാവം റാണിയെ കൊന്നതിലുള്ള കുറ്റബോധം അവരെ വല്ലാതെ അലച്ചു. അതിലവർ പരസ്പരം തർക്കിക്കുകയും കലഹിക്കുകയും ചെയ്തു. അപ്പോഴൊന്നും അവർ അറിഞ്ഞിരുന്നില്ല യഥാർത്ഥ അപകടം അവരെ തിരിഞ്ഞു വരാനിരിക്കുന്നുണ്ടെന്ന്. അങ്ങനെ നിൽക്കുന്ന സമയം വെടിയുടെ ശബ്ദം കേട്ടുകൊണ്ടായിരിക്കണം വനത്തിൽ നിന്നും ഒരു ട്രാക്കർ അതിവേഗം ഇവരുടെ അരികിലേക്ക് ഓടിപ്പാഞ്ഞെത്തിയത്. അയാൾ ഒരു വാർത്തയുമായിട്ടായിരുന്നു ഇവിടേക്ക് എത്തിയത്. ഇവിടെ നിന്നും 1/2 മൈൽ അകലെ ഒരു കാട്ടാന മേയുന്നുണ്ടായിരുന്നുവെന്നും നിങ്ങളോട് അവിടേക്ക് വരാനല്ലേ പറഞ്ഞെന്നുമെല്ലാം ആ ട്രാക്കർ പറഞ്ഞു. അതിനുശേഷം ഒരു കാര്യം കൂടി അയാൾ പറഞ്ഞു. നിങ്ങളുടെ തോക്കിൽ നിന്ന് ഉതിർന്ന വെടിയുടെ ശബ്ദവും റാണിയുടെ മരണവെപ്രാളത്തിലുള്ള അലർച്ചയും കേട്ടുകൊണ്ട് ആ ഒറ്റയാന് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. അവൻ ഇവിടം ലക്ഷ്യമാക്കി പാഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏത് നിമിഷവും അവൻ ഇവിടെ എത്തും. റാണിയെ കൊന്നതിനുള്ള ദുഃഖത്തിനിടയിലും ആ വാർത്ത അവർക്ക് ആശ്വാസമായി. ഉടനെ തന്നെ അവർ ഒരു പദ്ധതി അവിടെ ആവിഷ്കരിച്ചു. അവിടെ ഉണ്ടായിരുന്ന വലിയ മരങ്ങൾക്ക് പിന്നിൽ അവർ പോയി മറഞ്ഞിരുന്നു. കുറച്ചുപേർ മരത്തിന്റെ മുകളിലും കയറിയിരുന്നു. അധികം വൈകാതെ തന്നെ അവർ പ്രതീക്ഷിച്ചതുപോലെ അവിടേക്ക് ആ ഒറ്റയാനെത്തി. കാട് പിളർന്നുകൊണ്ട് മരങ്ങൾ കുത്തിമറിച്ചുകൊണ്ട് ഉച്ചത്തിൽ അലറി വിളിച്ചുകൊണ്ടാണ് ആ ഭ്രാന്തനാന അവിടേക്ക് എത്തിയത്. അവിടേക്ക് എത്തുക മാത്രമായിരുന്നില്ല, അവിടെ മറഞ്ഞിരുന്നവരെ അവൻ തുമ്പിക്കൈ ഉയർത്തി ഉച്ചത്തിൽ ചിഹ്നം വിളിച്ചുകൊണ്ട് വെല്ലുവിളിക്കുക കൂടി ചെയ്തു. അതൊരു കൊലവിളിയായിരുന്നു. വലിയ കൊമ്പുകളുള്ള ഒരു സുന്ദരനായ വലിയ മൃഗമായിരുന്നു അത്. അവന്റെ ഓരോ ചലനത്തിലും രോക്ഷം നിറഞ്ഞു നിന്നിരുന്നു. പാഞ്ഞെടുക്കുന്ന ഓരോ ആനയെയും നേരിടാൻ ചില്ലറ ധൈര്യമൊന്നും പോരാ. പക്ഷേ അവർ ഭയന്നില്ല. എല്ലാവരും ശാന്തമായി അവന്റെ ആക്രമണത്തിനായി കാത്തുനിന്നു. അതിന് അധിക നേരം അവർക്ക് കാത്തു നിൽക്കേണ്ടതിന്റെ ആവശ്യം വന്നില്ല. അവൻ വേഗത്തിൽ തന്നെ ഭ്രാന്തനെ പോലെ അവർക്ക് നേരെ പാഞ്ഞെടുത്തു. പേഴ്സി നിന്നിരുന്നത് അവന്റെ നേർക്ക് മധ്യത്തായിട്ടായിരുന്നു. അവിടേക്ക് തന്നെയായിരുന്നു തൻ്റെ തുമ്പിക്കൈകളും ചെവികളും ആട്ടിക്കൊണ്ട് ആ ഭ്രാന്തനാന അലറി അടുത്തുകൊണ്ടിരുന്നത്. ആന പാഴ്സിയെ ലക്ഷ്യം വിട്ടുകൊണ്ട് പാഞ്ഞെടുത്തുകൊണ്ടിരുന്ന സമയം പാഴ്സി കൂടെ ഉണ്ടായിരുന്നവർക്ക് സിഗ്നൽ കൊടുത്തു. സിഗ്നൽ വന്നതും അവർ ഒരുമിച്ച് ഓടി വരുന്ന ആനയുടെ കാലുകളിലേക്ക് വെടിയുതിർത്തു. അത് പാഞ്ഞു വന്ന ആനയുടെ വേഗത കുറച്ചു. പാഴ്സിക്ക് ഒരവസരം കിട്ടി. അത് പാഴ്സി മുതലാക്കുകയും ചെയ്തു. തൻ്റെ തോളിലേക്ക് തൻ്റെ ആണത്തോക്കെടുത്തുയർത്തി അവന് നേരെ വെടിയുതിർത്തു. ആ വലിയ മൃഗം ഒന്നു നിന്നു. പിന്നോട്ട് ഒന്ന് ആടിക്കുലുങ്ങി ഉച്ചത്തിലലറി. പക്ഷെ അപ്പോഴും അവൻ കൊല്ലാൻ ഉറച്ചു തന്നെയായിരുന്നു. വീണ്ടും അവൻ മുന്നിലേക്ക് നടന്നു. ഗുരുതരമായ പരിക്കാണ് ആനയ്ക്ക് പറ്റിയത്. അവൻ അവൻ്റെ തുമ്പിക്കൈ ഉയർത്തി വായുവിൽ ചുഴറ്റി. എന്താണ് അവൻ ചെയ്യുന്നതെന്ന് പോലും അവന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. അത്രയും ഗുരുതരമായ പരിക്ക് ആനയ്ക്കുണ്ടായിരുന്നു. എങ്കിലും അതിൽ തളരാതെ തൻ്റെ ഇണയെ കൊന്നതിൻ്റെ പ്രതികാരം വീട്ടുവാൻ വേണ്ടി ആന വീണ്ടും മുന്നിലേക്ക് നടന്നു. പാഴ്സി ഒരവസരത്തിന് വേണ്ടി വീണ്ടും കാത്തുനിന്നു. ആന പാഴ്സിയിൽ നിന്നും 15 അടി അകലെ എത്തിയപ്പോൾ ആ ഒറ്റയാൻ ഒരു നിമിഷത്തേക്ക് ഒന്ന് നിന്നു. ഉച്ചത്തിൽ ചിഹ്നം വിളിച്ചു. തല വലത്തേക്ക് ഒന്ന് തിരിച്ചു. അത്രയും സമയം മാത്രം മതിയായിരുന്നു പാഴ്സിക്ക്. അയാൾക്ക് അവൻ്റെ ചെവി കാണുവാൻ സാധിച്ചു. പിന്നെ ഒട്ടും സമയം പാഴാക്കാതെ തൻ്റെ തോക്ക് അവിടേക്ക് ലക്ഷ്യം വെച്ച്
തൻ്റെ കാഞ്ചിയിൽ മേൽ വിരലമർത്തി. കാട്ടിലെ രാജാവായ സിംഹം അലർന്നതുപോലെ, അലർച്ചയിൽ കാട് നിശബ്ദമാകുന്നത് പോലെയുമായിരുന്നു അവിടെ. പാഴ്സിയുടെ റൈഫിൽ ഗർജിച്ചതും ആ കാട് മുഴുവൻ ഒരു നിമിഷത്തേക്ക് നിശബ്ദതയിലായി പോയതുപോലെ തോന്നി. ഒരു നിമിഷത്തേക്ക് മാത്രം. വെടിയുണ്ട ആനയുടെ തലച്ചോറിലേക്ക് തുളച്ചു കയറി. ആ ഭീമാകാരനായ ആന ആ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് ഉച്ചത്തിൽ അലറി. അതിനുശേഷം ആ കാട്ടാന നിലം പതിച്ചു. നിലത്ത് വീണിട്ടും അവൻ്റെ കലി അടങ്ങുന്നുണ്ടായിരുന്നില്ല. മരിക്കുന്നതിന് തൊട്ടു മുന്നേ, ജീവൻ അവൻ്റെ ശരീരം വിട്ടു പോകുന്നതിനും തൊട്ടു മുന്നേ അവൻ്റെ തുമ്പിക്കൈ ഒന്നുകൂടി ഉയർത്തി നിലത്തേക്ക് ആഞ്ഞടിച്ചു. പിന്നീട് ആ ശരീരം നിശ്ചലമായി. അങ്ങനെ നാവോജാനിലെ ഒറ്റയാൻ കൊലയാന മരിച്ചിരിക്കുന്നു. ആ ചത്തുകിടന്ന ഒറ്റയാന്റെ കൊമ്പ് ആർക്കെന്നതിൽ ആർക്കും തർക്കമില്ലായിരുന്നു. ആ കൊമ്പുകൾ പാഴ്സിക്ക് തന്നെയായിരുന്നു. അവന്റെ ധൈര്യത്തിനും പുണ്യത്തിനും അത് അർഹിക്കുന്നുണ്ട്. ആനയുടെ ശരീരം അവർ കാട്ടിലെ ആദിവാസികൾക്ക് നൽകി. ആഴ്ചകളോളം അവർക്ക് അത് ഭക്ഷണമായി. നടന്ന സംഭവങ്ങളെല്ലാം അത്യധികം ആവേശപരമായിരുന്നുവെങ്കിലും ഇനിയും ആനവേട്ട നടത്തുവാൻ ഹാർലി തയ്യാറായിരുന്നില്ല. അദ്ദേഹത്തിന്റെ മനസ്സ് അത്രമേൽ മടുത്തിരുന്നു. അവർ കൊന്നത് ഒരു കൊലയാളിയായ ആനയെ തന്നെ ആയിരുന്നു. പക്ഷേ ഹാർലിക്ക് അതിനെ കൊന്ന രീതിയോടൊട്ടും യോജിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. അതുമാത്രമല്ല, അതിൻ്റെ സന്തോഷത്തെയെല്ലാം കെടുത്തുന്നതായിരുന്നു ആ റാണിയുടെ മരണവും. റാണിയെക്കുറിച്ച് ഹാർലി പറയുന്നത് ഇങ്ങനെയാണ്: റാണി അവർക്കെല്ലാം പ്രിയപ്പെട്ട ധൈര്യശാലിയായ ഒരു വേട്ടയാനയായിരുന്നു. 2 ആഴ്ച മുൻപ് ഹാർലി ഒരു കടുവ വേട്ടയ്ക്ക് വേണ്ടി അവരുടെ പുറത്തിരുന്നാണ് പോയത്. അവർ വനത്തിലേക്കെത്തി ആ കടുവയെ കണ്ടതും ആ കടുവ അവർക്ക് നേരെ പാഞ്ഞെടുത്തു. എന്നാൽ ധൈര്യശാലിയായ റാണിക്ക് യാതൊരു കുലുക്കവും ഉണ്ടായിരുന്നില്ല. അവൾ ആ കടുവയുമായി ഏറ്റുമുട്ടി. അതിൽ അവരുടെ തുമ്പിക്കൈക്ക് പരുക്ക് പറ്റിയോ എന്നൊരു ഭയം തനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കടുവയെ അന്ന് അദ്ദേഹത്തിന് വെടിവെക്കുവാനും സാധിച്ചില്ല. പിന്നെ തൻ്റെ പ്രിയപ്പെട്ട റാണിയുമായി തിരികെ ബംഗ്ലാവിലേക്ക് പോവുകയായിരുന്നു. ആ ഓർമ്മകൾ അയാളെ വല്ലാതെ വേദനിപ്പിച്ചു. കാട്ടാനകളെ വേട്ടയാടുന്നത് ഏറ്റവും അപകടം പിടിച്ച ഒന്നാണ്. കാൽനടയെ വേണം അത് ചെയ്യാൻ. പാഞ്ഞു വരുന്ന ഒരു ആനക്കൂട്ടത്തിന്റെ വഴിയിൽ പെട്ടുപോയാൽ രക്ഷപ്പെടാൻ സാധ്യതയില്ല. ആനയുടെ കട്ടിയുള്ള തൊലി തുളച്ച് ചെറിയ തലച്ചോറിൽ വെടിയുണ്ട എത്തിക്കുക എന്നത് വളരെ പ്രയാസമാണ്. എന്നാൽ ചില വേട്ടക്കാർ ആനകളെ കൊല്ലാൻ എളുപ്പവഴി ഉപയോഗിക്കാറുണ്ട്. ആദ്യം അതിൻ്റെ കാൽമുട്ടിൽ വെടിവെച്ച് ആനയെ വീഴ്ത്തും. എന്നിട്ട് സാവകാശം അതിൻ്റെ തലയ്ക്ക് പലതവണ വെടിവെച്ച് ആനയെ കൊല്ലും. ഹാൻലിയുടെ അഭിപ്രായത്തിൽ അത് ഏറ്റവും നിന്ദ്യമായ പ്രവൃത്തിയാണ്. ഒരിക്കൽ ഹാൻലി അങ്ങനെ ഒരാളെ കണ്ടുമുട്ടിയിരുന്നു. അയാൾ വനത്തിൽ വെച്ച് ഒരാനയെ മുട്ടിൽ വെടിവെച്ച് താഴെയിട്ടു. അതിനുശേഷം അതിൻ്റെ തലയ്ക്ക് പലതവണ വെടിവെച്ചു. ഹാൻലി പറയുന്നത് പ്രകാരം 46 തവണയാണ് അയാൾ ആ സാധുമൃഗത്തെ തലയിൽ വെടിവെച്ചത്. സംസ്കാരമില്ലാത്ത കാട്ടാളൻ എന്നാണ് അയാളെ വിളിക്കേണ്ടത്. ഹണ്ടിങ് ഗെയിമിംഗ് എന്നാൽ അതിന് പ്രത്യേക നിയമങ്ങളും നടപടികളുമുണ്ട്. ഇതെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ആ സാധുമൃഗത്തെ അയാൾ അതിക്രൂരമായി കൊന്നത്. അതിൻ്റെ ജീവൻ പോകുന്നത് വരെയും അതനുഭവിച്ച വേദന എന്തെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. ആനകളെ വേട്ടയാടുവാൻ ആരും നിർബന്ധിക്കുന്നില്ല. പക്ഷേ ഒരു മനുഷ്യൻ ആ അപകടകരമായ വിനോദത്തിൽ ഏർപ്പെടാൻ തീരുമാനിച്ചാൽ അതിൻ്റെ അപകടങ്ങളെല്ലാം അവൻ ധൈര്യത്തോടെ സ്വീകരിക്കണം. അല്ലെങ്കിൽ അവനൊരു കായിക താരമല്ല. മുറിവേറ്റ ഒരു മൃഗത്തെ അതിൻ്റെ വേദനയിൽ വിട്ടുപോകുന്നത് ഏറ്റവും വലിയ ക്രൂരതയാണ്. നിർഭാഗ്യവശാൽ വേട്ടക്കാരിൽ നിന്നും മുറിവേറ്റ് നരകിച്ച് ജീവിക്കുന്ന ഏകദേശം 20ഓളം ആനകളെ ഹാൻലി കണ്ടിട്ടുണ്ട്. കാട് അതിലെ ജീവികളുടേതാണ്. അവിടെ വേട്ടയാടാൻ ഇറങ്ങുമ്പോൾ അതിനൊരു നിയമമുണ്ട്. ധൈര്യവും ദയയും ചേർന്ന ഒരു നിയമം. ആ നിയമം തെറ്റിക്കുന്നവർ ഒരു വേട്ടക്കാരനെയല്ല, അവൻ വെറും ഒരു കൊലയാളി മാത്രമാണ്. അതായിരുന്നു ഹാൻലിയെ ആസാമിലെ കാടുകൾ പഠിപ്പിച്ചത്. ഇത്രയും കാര്യങ്ങൾ അവിടെ അരങ്ങേറിയത് കൊണ്ട് തന്നെയാണ് റൈഫിൾ പിടിച്ച കൈകൾ കൊണ്ട് പിന്നീട് ഹാൻലിക്ക് ക്യാമറ പിടിക്കേണ്ടി വന്നത്. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.